ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരിട്ട ക്രൂരത ആയമാർ മറച്ചുവെച്ചത് ഒരാഴ്ചയോളം. കുട്ടിക്ക് പണി കൊടുത്തു എന്ന് ആയമാർ തമ്മിൽ സംസാരിച്ചു. സംഭവത്തിൽ ശിശുക്ഷേമ സമിതിയോട് ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടി. സമിതിയിൽ ഒരു പാവം കുഞ്ഞിനോട് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് കിടക്കയിൽ കിടന്ന് മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുഞ്ഞിനോട് ചെയ്ത ക്രൂരത കേരളം മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്രയ്ക്ക് ക്രൂരനാകാൻ ഒരു മനുഷ്യന് പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതും പ്രത്യേകിച്ച് സ്ത്രീകളായ 2-3 അമ്മമാർ ആ കുഞ്ഞുങ്ങളോട് ചെയ്ത് ഒരു കാര്യമല്ല. ഈ കുഞ്ഞിൻ്റെ കാര്യം പുറത്തു വന്നു. അതെങ്ങനെയും പുറത്തു വന്നു. അതിന് തീരെ വയ്യാത്തത് കൊണ്ടാണ് ഈ കാര്യം പുറത്തു വിട്ടത്. അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയിൽ പോലീസിലൊന്നും അറിയിക്കത്തില്ല എന്ന് 100% ഉറപ്പാണ്. ഇതിലെത്രയോ കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നു, ഒന്നും പുറത്തു വന്നിട്ടില്ല. ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെ വിളിച്ച് പറയാൻ പറ്റുമോ? ആ മിണ്ട എന്ത് ചെയ്യാൻ പറ്റുമോ ആ കുഞ്ഞിന്? ആ കുഞ്ഞിനൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റുമോ? ഇത് ഇവളുമാർ അതിൻ്റെ വായി തുണി കുത്തി കയറ്റി വെക്കും അല്ലേ, ഇവളുമാരുടെ സ്വഭാവം അനുസരിച്ച്. ആ രീതിയിലാണ് കുഞ്ഞുങ്ങളോട് വളരെ ക്രൂരമായി പെരുമാറുന്നത്. എന്നിട്ട് നമ്മുടെയൊക്കെ നീതിപ്പണം കൊണ്ടാണ് ഇത് ഇവളുമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ട് തിന്നു കൊഴിച്ചിട്ട് ഈ പാവം കുഞ്ഞുങ്ങളുടെ പുറത്ത് എന്താ പറയുക ഇതിനൊക്കെ? സത്യം പറഞ്ഞാൽ രക്തം തിളയ്ക്കുന്നു. ഇവളുമാരെയൊക്കെ അതുപോലെ ചെയ്യണം. ഇനി ഇവളുമാർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഇറങ്ങും. എന്നിട്ട് ഇവരുമാരെ കേസും എന്തൊന്നും ഇല്ലാതെ ഇതിൽ തന്നെ 3 പേരെ അറസ്റ്റ് ചെയ്ത് ഒരുവള് ഇങ്ങനെ ചെയ്തു, അവളെ സ്ഥലം മാറ്റിയതാണ്. എന്നിട്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പം അത്രയ്ക്ക് പിടിപാടുണ്ട് ഇവളുമാർക്ക്. ഇവള് വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഇത് തന്നെയാണ്. താരോട് പറയാം, കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ സത്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്യണം ഇവളുമാരെ. നമുക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. വേറെ എന്ത് സഹായിക്കാം, പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരതയ്ക്കുണ്ടല്ലോ, ഇവളുമാർ അതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചേ ജീവിതത്തുള്ളൂ. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. ഉറ്റവരുടെ തണലില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെ കരുതലോടെ കാത്തുരക്ഷിക്കേണ്ട സർക്കാരിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് കേട്ടത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഉപദ്രവം. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായി ശമ്പളം വാങ്ങുന്ന ഈ 3 ആയമാർ, അജിത, മഹേശ്വരി, സിന്ധു, ഇവരാണ് നെഞ്ചോട് ചേർത്തു പിടിക്കേണ്ട പിഞ്ചു കുഞ്ഞിനോട് കണ്ണില്ലാത്ത ക്രൂരത കാട്ടിയത്. 1 മാസം മുമ്പ് അമ്മ മരിക്കുകയും 16 ദിവസം മുമ്പ് അച്ഛൻ ജീവനൊടുക്കുകയും ചെയ്തതോടെ അനാഥരായ 2 പെൺകുഞ്ഞുങ്ങളിലെ മൂത്ത കുട്ടിയായ 2.5 വയസ്സുകാരിയാണ് ക്രൂരതയുടെ ഇര. ഉറങ്ങിയപ്പോൾ കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന പേരിൽ ആയമാർ ആ കുഞ്ഞിനെ വിളിച്ചുണർത്തി ഉപദ്രവിച്ചു. ജനനേന്ദ്രിയത്തിലടക്കം സ്വകാര്യ ഭാഗങ്ങളിൽ നുള്ളി മുറിവേൽപ്പിച്ചു. കരഞ്ഞപ്പോൾ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ചുറക്കി. പിറ്റേ ദിവസം ശനിയാഴ്ച കുളിപ്പിച്ചപ്പോൾ നീറ്റൽ അനുഭവപ്പെട്ട കുഞ്ഞ് വാവിട്ട് കരഞ്ഞതോടെയാണ് മുറിപ്പാടുകൾ കണ്ടത്. കുഞ്ഞിന് ചികിത്സ നൽകിയ ശിശുക്ഷേമ സമിതി പോലീസിനെ വിവരമറിയിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ ആയമാരെയും ചോദ്യം ചെയ്തതോടെയാണ് ഈ 3 പേർ കുറ്റം ഏറ്റുപറഞ്ഞത്. സത്യം പറഞ്ഞ മനസാക്ഷിയുള്ളവർക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് ക്രൂരതയല്ലേ ഈ കുഞ്ഞിനോട് ചെയ്തത്? ഇവളുമാരും മനുഷ്യർ തന്നെ ആണോ എന്നെനിക്ക് സംശയം. അത്രയ്ക്ക് ക്രൂരം അല്ലേ? എന്താ പറയുക നമ്മൾ ഇതിനെപ്പറ്റി? എന്നിട്ട് വീണ്ടും ഇതുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ഇപ്പം എന്ത് സംഭവിക്കും? ജാമ്യത്തിൽ ഇറങ്ങും, വീണ്ടും അവളുമാർ ജോലിക്ക് കയറും വേറെ എവിടെങ്കിലും. ഭയങ്കര കഷ്ടം തന്നെ. ഇത് തന്നെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്, സ്ഥിര സംഭവങ്ങൾ. അപ്പം മനസാക്ഷിയുള്ളവരെക്കാർക്കും ഇത് പൊറുക്കാനേ പറ്റത്തില്ല. ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവളുമാർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ കൊടുക്കണം. കുഞ്ഞുങ്ങളോട് ഇങ്ങനെയുള്ള അനീതി കാണിക്കുന്നവളുമാർക്ക് ഏത് കാര്യത്തിൽ കുഞ്ഞുങ്ങളോട് എന്ത് തെറ്റ് കാണിച്ചാലും അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. നാളെ ഒരാൾക്ക് പോലും ഈ ഗതി ഉണ്ടാകരുത്. കാരണം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുട്ടികൾ, 2 കുട്ടികളല്ല, അവിടെ ഉള്ള കുട്ടികളെല്ലാം തന്നെ അങ്ങനെ. എന്നിട്ട് അതുങ്ങളോട് ഇങ്ങനെ ക്രൂരമായ, എന്നിട്ട് ചിരിക്കുകയാണെന്ന് അവൾക്ക് ഞാൻ പണി കൊടുത്തു എന്ന് പറഞ്ഞു. ആ കൊച്ചു കുഞ്ഞിന് 2.5 വയസ്സുള്ള കുഞ്ഞിന് പണി കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയവാമാർ പറഞ്ഞ് ചിരിക്കുന്നെന്ന്. ഞാൻ പണി കൊടുത്തു എന്ന് പറഞ്ഞു. എന്ത് ക്രൂരമായ മനസ്സല്ലേ? നമുക്ക് ആ വാർത്തയും കൊണ്ടൊന്ന് കേൾക്കാം.
ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരിട്ട ക്രൂരത ആയമാർ മറച്ചുവെച്ചത് ഒരാഴ്ചയോളം. കുട്ടിക്ക് പണി കൊടുത്തു എന്ന് ആയമാർ തമ്മിൽ സംസാരിച്ചു. സംഭവത്തിൽ ശിശുക്ഷേമ സമിതിയോട് ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടി. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ശിശുക്ഷേമ സമിതിയിലെ 70 ജീവനക്കാരുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കഴിഞ്ഞ മാസം 24-ന് ഒരു വിവാഹവേദിയിൽ വെച്ച് കുഞ്ഞിനെ ഉപദ്രവിച്ച കാര്യം ഒന്നാം പ്രതിയായ അജിത മറ്റ് 2 പ്രതികളായ സിന്ധുവിനോടും മഹേശ്വരിയോടും പറഞ്ഞു. കിടക്കയിൽ സ്ഥിരമായി മൂത്രമൊഴിക്കുന്ന ആൾക്ക് പണി കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് ഷിഫ്റ്റ് മാറി അടുത്ത ആയെത്തി കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് കണ്ടത്. പ്രതികളായ 3 ആയമാരും ഇടത് അനുഭാവമുള്ളവരാണ്. ഇതിൽ മഹേശ്വരി കുട്ടികളോട് മോശമായി പെരുമാറിയതിന് മുമ്പും നടപടി നേരിട്ടിട്ടുണ്ട്. ഇവരെ ജില്ലയ്ക്ക് പുറത്ത് നിയമിച്ചെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് 1 മാസത്തിനകം തിരികെ ശിശുക്ഷേമ സമിതിയിൽ തന്നെ എത്തി. ആ കുഞ്ഞിന് പണി കൊടുത്തെന്ന് എന്താ പറയുക? ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക? പിള്ളമാരെയൊക്കെ സ്വാധീനം കണ്ടില്ലേ? വേറെ കുട്ടികളെ ഉപദ്രവിച്ചതിന് ഒരുത്തിയെ സ്ഥലം മാറ്റിയതാണ്. എന്നിട്ട് അവൾ സ്വാധീനം മേടിച്ച് 1 മാസത്തിനുള്ളിൽ അവിടെ വീണ്ടും തിരിച്ചു വന്നു. ഇതും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഈ വാർത്താ പ്രാധാന്യം നേടുമ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നു, പിന്നെ അതൊക്കെ അങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഏതായാലും ഇവളുമാർക്ക് ഞാൻ പറഞ്ഞില്ലേ, മനസാക്ഷി മരവിച്ചു പോയ ഇവളുമാർക്ക് നിയമത്തിൻ്റെ രീതി ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ ഇവളുമാർ നരകിക്കാവുന്നതിൻ്റെ പരമാവധി നരകിച്ച ചാവത്തുള്ളൂ. അത് 100% ഉറപ്പാണ്. കാരണം ആ കുഞ്ഞിനോട് ചെയ്ത ക്രൂരത ഒരു കാരണവശാലും പൊറുക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നീചമാണ് ഇവളുമാരുടെയൊക്കെ മനസ്സ്, അല്ലേ? നമുക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കേട്ടിരിക്കാൻ വയ്യ. അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ ശിശുക്ഷേമ സമിതിയിലൊക്കെ കുട്ടികൾ ഇങ്ങനെ വളർത്തുന്നു, ഗവൺമെൻറ്റുകൾ കാശ് മുടക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ എത്രയോ കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലേ, ഒരു കുഞ്ഞിന് വേണ്ടി ദാഹിച്ചിരിക്കുന്നവരുണ്ട്. തങ്ങളുടേതല്ലായ കാരണത്താൽ കുട്ടികളുണ്ടാകാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. പലർക്കും പല പ്രശ്നങ്ങളില്ലാത്തവരുണ്ട്, അവർക്കും കുട്ടികളൊന്നും ജനിച്ചിട്ടില്ല. ഒരു കുഞ്ഞിനെ കാണാനും അവരെ താലോലിക്കാനും ഒക്കെ വളരെയധികം സന്തോഷമുള്ളവരാണ്. നിയമം അല്പം കൂടെ സുതാര്യമാക്കി ഇങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള സൗകര്യങ്ങൾ വളരെ ഫലപ്രദമായി നടത്തുവാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒത്തിരി മോചനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം നിയമം കർശനമായും, ഇത് ഇപ്പം തോന്നുന്നു ഇപ്പോഴൊക്കെ നമ്മൾ അപേക്ഷ വെച്ചാൽ തന്നെ കൊല്ലങ്ങൾ കഴിയും ഇതൊക്കെ. അതുമല്ല, നിയമം ഭയങ്കര കർശനമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമൂർത്താണ് ഇതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ കിടന്ന് ഈ ശിശുക്ഷേമ സമിതി കിടന്ന് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത് കുട്ടികൾക്ക് ഒന്നുമില്ലെങ്കിൽ അച്ഛനും അമ്മയും പറയാനും ഒക്കെ ഒരിതില്ലേ. അതുപോലെ തന്നെ ഒരു വീട്ടിലാണെങ്കിൽ ഇത്ര ക്രൂരമായി ചെയ്യത്തില്ല എന്ന് 100% ഉറപ്പാണ്. അച്ഛൻ അമ്മ എന്ന് വിളിക്കുമ്പം ഒരു കാരണവശാലും ആ അമ്മയ്ക്കും അച്ഛനും ഒരു കുഞ്ഞിനോടും ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ പറ്റത്തില്ല. അത് 100% ഉറപ്പാണ്. അങ്ങനെ നിയമങ്ങൾ അല്പം കൂടെ സുതാര്യമാകുകയും ഇങ്ങനെ കുട്ടികളില്ലാത്തവർക്ക് ഈ കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ഇതിപ്പം ചെയ്യുന്ന ശിശുക്ഷേമ സമിതി എന്നതിൻ്റെ പേരിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ കുറച്ച് ആൾക്കാർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് പലരും കയറി പറ്റുന്നത്. എന്നിട്ട് അവരുടെ ഒരു സാമ്രാജ്യമായി മാറും. കാരണം അവരെ ചോദ്യം ചെയ്യാനൊന്നും ആരുമില്ലല്ലോ. കാരണം ഈ കുഞ്ഞിൻ്റെ കാര്യം തന്നെ അത് പുറത്തു വിടാൻ ഇത് അതുപോലുള്ള കേസായിട്ടാണ്. ആ കുഞ്ഞിന് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഇത് പുറത്ത് വരുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് പുറത്ത് വരത്തില്ല. ഒതുക്കി തീർക്കാൻ പറ്റിയിരുന്ന അവർ നേരത്തെ ഒതുക്കി തീർത്തിന്. എത്രയോ കേസുകൾ ഒതുക്കി തീർത്ത് കാണും, അല്ലേ? ഇത് അപൂർവമായൊരു കേസ് പുറത്ത് വന്നു, അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പുറത്ത് വന്നു. ഒരു കാരണവശാലും നമുക്കിത് സമ്മതിക്കാൻ പറ്റത്തില്ല. ഇവളുമാർക്ക് ശിക്ഷ കൊടുക്കുന്നത് കൃത്യമായിരിക്കണം. മാധ്യമങ്ങൾ ഇപ്പം കുറച്ച് നാൾ ഇതിൻ്റെ പുറകെ പോയതിന് ശേഷം ഒരു കാരണവശാലും ഇത് വിട്ടുകളയാൻ പാടില്ല. ഇവർക്കുമാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതും വരെ മാധ്യമങ്ങളുടെ ഒരു കണ്ണ് ഇവളുമാരിൽ ഉണ്ടാകണം എന്ന് എനിക്ക് മാധ്യമങ്ങളോട് പറയാൻ അത് മാത്രമേ ഉള്ളൂ. ഏതായാലും എന്താ പറയുന്നത്, കേരള സമൂഹം തന്നെ ലജ്ജിച്ച് താഴ്ത്തേണ്ട അവസ്ഥ, അല്ലേ? അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.